ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെടികൾക്ക് കീടബാധ, ഫംഗൽ ഇൻഫെക്ഷൻ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ സാഫ് എന്ന ഫംഗിസൈഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നും എപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സാഫിൽ അടങ്ങിയിരിക്കുന്ന കാർബൻഡാസിം 12%, മാൻകോസെബ് 63%. ഇവ നമ്മുടെ ചെടികൾക്ക് സംരക്ഷണം നൽകുന്നു. സാഫ് ഒരു സിസ്റ്റമാറ്റിക് ഫംഗിസൈഡാണ്. അതായത് ഇവ നമ്മൾ ചെടികളിൽ തളിച്ചു കൊടുക്കുമ്പോൾ അവ ഇലകളുടെ സുഷിരങ്ങൾ വഴിയും വേരുകൾ വഴിയും പ്ലാന്റ് മുഴുവനായും ഇവയെ വലിച്ചെടുത്ത് എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു. അതുകൊണ്ട് ചെടികൾക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിക്കുന്നു. രോഗം വരാതിരിക്കുവാനും രോഗത്തെ ചെറുത്ത് നിൽക്കുവാനുമുള്ള ശക്തി ചെടികൾക്ക് കിട്ടുന്നു. രോഗം വരാതിരിക്കുവാനും ഒരു മെഡിസിനായും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനും ഈ സാഫ് ചെടികളെ സഹായിക്കുന്നു. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം സാഫ് എടുത്ത് നന്നായി കലക്കുക. ഇത് ചെടികൾക്ക് ചുവട്ടിലും ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാസത്തിൽ 2 തവണ വെച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. രോഗം വരാതിരിക്കുവാനും കീടബാധ ഏൽക്കാതിരിക്കാനും എന്തെങ്കിലും കീടം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവ മാറുവാനും ഇത് സഹായിക്കും. രാവിലെയും വൈകുന്നേരവും വെയിൽ ഇല്ലാത്ത സമയത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും ഇലകളിലും ഇലകളുടെ അടിഭാഗത്തും തണ്ടുകളിലും ചുവട്ടിലും എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് കൂമ്പ് ചീഞ്ഞു പോയ ഒരു അഡീനിയം ചെടിയാണ്. ഇതിൻ്റെ കൂമ്പ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിൻ്റെ ചീയൽ നന്നായി മാറുന്ന ഭാഗം വരെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി ആ മുറിവിൽ തേച്ച് കൊടുക്കുക. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ കട്ട് ചെയ്ത ഭാഗത്തിന് അടിയിൽ നിന്നും പുതിയ നാമ്പുകൾ മുളച്ചു വരുന്നത് കാണാം. ഇലകൾ മഞ്ഞളിക്കുക, മുട്ടുകൾ കൊഴിഞ്ഞു പോവുക, ഇവയ്ക്കെല്ലാം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു പരിധിവരെ പരിഹാരമാണ്. ഇലകൾ കറുത്തു പോവുക, റോസുകളുടെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവുക, റോസുകളിൽ കറുത്ത നിറത്തിൽ ഡോട്ടുകൾ ഉണ്ടാവുക, ഇവയ്ക്കെല്ലാം സാഫ് പരിഹാരമാണ്. ഇലകളിലെ പുഴുക്കേട്, മുരടിപ്പ്, ഇവയ്ക്കെല്ലാം സാഫ് തളിച്ചു കൊടുക്കുന്ന മുരടിപ്പ് മാറാനും പുഴുക്കളെ അകറ്റാനും ഇവ സഹായിക്കും. വിത്തുകൾ സാഫിൽ മുക്കി ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ കുറേ കാലത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. ചെടികളുടെ കമ്പുകൾ നടുമ്പോൾ കുറച്ച് സാഫ് വെള്ളത്തിൽ കലക്കി അതിൽ കുറച്ച് നേരം മുക്കി വെച്ചാൽ കമ്പുകൾ ഉണങ്ങിപ്പോകാതെ പിടിച്ചു കിട്ടും. ചെടികൾ റീപോട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സാഫ് വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് സാഫ് പൊടിയിട്ട് മിക്സ് ചെയ്ത് നടുന്നതും നല്ലതാണ്. അഡീനിയം, റോസ് പോലെയുള്ള ചെടികൾ പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുറിവിൽ സാഫ് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ സാഫ് കൂടുതലായി ഉപയോഗിച്ചാൽ അത് ചെടികൾ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. സാഫ് ചെടികൾ വളർത്തുന്ന എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായി വേണ്ട ഒന്നാണ്. എല്ലാ വളക്കടകളിലും വാങ്ങുവാൻ കിട്ടും. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് നന്നായി അടച്ചു വയ്ക്കണം. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.